സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന എൻ്റെ കേരള മെഗാ പ്രദർശന വിപണന മേള പത്തനംതിട്ടയിൽ പുരോഗമിക്കുന്നു. ഓരോ ദിവസവും സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേരാണ് മേളയിൽ എത്തിച്ചേർന്നത്. 22-ന് മേള സമാപിക്കും. ശബരിമല ഇടത്താവളത്തിൽ നടക്കുന്ന പ്രദർശന വിപണന മേളയ്ക്ക് സ്വീകാര്യതയേറുകയാണ്. കൗതുക കാഴ്ചകളും കലാ സാംസ്കാരിക പരിപാടികളുമൊക്കെ ഇവിടെ എത്തുന്നവർക്ക് നല്ലൊരു അനുഭവം നൽകുന്നു. രാവിലെ 10 മണി മുതൽ രാത്രി 9 വരെയാണ് പ്രദർശനം. പ്രവേശനം തീർത്തും സൗജന്യം. 71,000 ചതുരശ്ര അടിയിൽ ഒരുക്കിയ പവലിയനിലാണ് മേള നടക്കുന്നത്. സർക്കാർ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ശീതീകരിച്ച 188 സ്റ്റാളുകൾ, കേരളം കൈവരിച്ച നേട്ടങ്ങളുടെ പ്രദർശനം, ആധുനിക സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുന്ന പ്രദർശനം തുടങ്ങി നിരവധിയുണ്ട്. ജനമൈത്രി പോലീസ് സ്റ്റേഷനും ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിന്റെ പ്രദർശനവുമൊക്കെ ആകർഷണീയമാണ്. എൻ്റെ കേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ള കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൻ്റെ സ്റ്റാളാണ്. ഇവിടെ നമ്മൾ നൽകുന്ന സേവനങ്ങളെന്ന് വെച്ചാൽ ഒന്ന് ഇതേപോലെ ഫസ്റ്റ് എയ്ഡ്, അതായത് CPR, ചോക്കിങ്. CPR എന്ന് വെച്ചാൽ ഒരാൾ കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ അയാളെ എങ്ങനെ തിരിച്ച് ജീവിതത്തിലോട്ട് കൊണ്ടുവരാം, അതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ള ട്രെയിനിങ്ങും അതുപോലെ അത് ഈ വരുന്ന ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കലും അവർക്ക് അതിനെപ്പറ്റി വ്യക്തമായിട്ട്. പിന്നെ രണ്ട്, നമ്മുടെ തൊണ്ടയിൽ ആഹാര പദാർത്ഥങ്ങൾ കൊടുക്കുന്നത്, ശ്വാസനാളത്തിൽ ആഹാര പദാർത്ഥങ്ങൾ കൊടുക്കുന്നതിനെയാണ് ചോക്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചോക്കിങ് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് അയാളെ ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അവരെ എങ്ങനെ കൊണ്ടുവരണം, അതുപോലെ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിൽ എങ്ങനെ കൊണ്ടുവരണം, അതിനുള്ള CPR, ചോക്കിങ്, അതിൻ്റെ പരിശീലന സെക്ഷനാണ് ഇവിടെ. പിന്നെ നമ്മൾ അഗ്നിരക്ഷാസേനയെ പറ്റി തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ്, ചോദ്യങ്ങൾ എഴുതിയിട്ട് ഉത്തരം പറഞ്ഞാൽ അവർക്ക് ചെറിയ ചെറിയ സമ്മാനങ്ങൾ കൊടുത്ത് ഒന്ന് ആക്റ്റീവ് ചെയ്തത്. ലഹരിക്കെതിരെ ബോധവൽക്കരണവുമായി കുട്ടി പോലീസുകാരുമുണ്ട്. ഞങ്ങളുടെ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണമായിട്ട് ഭാഗമായിട്ടാണ് ഞങ്ങൾ ലഹരി ഒഴിച്ച് ബാക്കി സ്പോർട്സിലോട്ട് ഇൻട്രസ്റ്റ് കാണിക്കാനുള്ള ഒരു ബോധവൽക്കരണമായിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഇവിടെ വരുന്നവർക്ക് ലഹരി ഒഴിച്ച് ബാക്കി ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കുന്നുണ്ട് ഞങ്ങളിവിടെ. കാർഷിക ഉൽപ്പന്നങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ, കായിക വിനോദ പരിപാടികളെല്ലാം മേളയുടെ ഭാഗമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി പ്രത്യേക സ്പോർട്സ് ഏരിയകളും ഒരുക്കിയിട്ടുണ്ട്. കൊള്ളായിരുന്നു, നല്ല രസമൊക്കെ. AI റോബോട്ടും പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാൻ നമ്മളെ കൊണ്ട് പറ്റി, പുതിയ ടെക്നോളജി സംവിധാനങ്ങൾ. പിന്നെ ഞങ്ങൾ കാണുമ്പോൾ ആദ്യമായിട്ട് ഈ പോലീസും അതോടൊപ്പം തന്നെ ഫയർ ട്രക്കിൻ്റെ ആൾക്കാർക്ക് എന്തൊക്കെ ചെയ്യുന്ന അവരുടെ സാമഗ്രികളെല്ലാം കാണാനൊക്കെ പഠിക്കാൻ പറ്റി. ഭിന്നശേഷി കലാപ്രതിഭകളുടെ കലാപ്രകടനവും മേളയ്ക്ക് മാറ്റുകൂട്ടി. വളർത്തുമൃഗങ്ങളും പക്ഷികളുമെല്ലാം കൗതുകമായി. മേള കാണാനെത്തിയ ഓരോരുത്തർക്കും പങ്കുവെക്കാനുണ്ടായിരുന്നത് പുത്തൻ അനുഭവങ്ങളെക്കുറിച്ചാണ്. ഒരുപാട് ട്രഡീഷണൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണാൻ പറ്റി. പിന്നെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടാണെങ്കിലും ഗവൺമെന്റിന്റെ എല്ലാ തരത്തിലുള്ള എല്ലാ മേഖലയിലുമുള്ള കാര്യങ്ങൾ കാണാനും അനുഭവിക്കാനും പറ്റി. വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും കുട്ടികളുടെ ഓരോ പ്രാവീണ്യങ്ങളും കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റി. വളരെ നന്നായിരുന്നു. എല്ലാം നല്ലപോലെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നല്ലതായിരുന്നു. നല്ല കുട്ടികൾക്കൊക്കെ കാണാനും പല കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചു. ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്. മോനെ കൊണ്ട് എല്ലാവരും നല്ല ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്. നല്ലൊരു അനുഭവം ഉണ്ടായി. വിവിധ കുടുംബശ്രീ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ വൈവിധ്യമാർന്ന രുചിക്കൂട്ടുകൾ, മെഗാ ഭക്ഷ്യമേള, വിവിധ സംഗമങ്ങൾ, ടൂറിസം പദ്ധതികളുടെ പരിചയപ്പെടുത്തൽ, കരിയർ ഗൈഡൻസ് തുടങ്ങിയവയും മേളയിലെത്തുന്നവരെ ആകർഷിച്ചു. ജനം, പത്തനംതിട്ട.